രാവിലെ നേരത്തെ എണീറ്റ് ദോശ ഉണ്ടാക്കി, ചെറുപയർ കറി ഉണ്ടാക്കി, മൂപ്പർക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പാർട്സ് കറി ഉണ്ടാക്കി, ചോറും ഉണ്ടാക്കി. ചോറ് പാത്രത്തിലേക്ക് ഇടാൻ നേരത്ത് മൂപ്പരൊരു ഡയലോഗ്, ചോറിടണ്ട ഇന്ന് പണിയില്ലാന്ന് ഒരു വിളിച്ച് പറഞ്ഞാണ്. ഞാൻ എന്താ ചെയ്യേണ്ടവരെ? സാരല്ല, അടുക്കളപ്പണിയൊക്കെ നേരത്തെ തീർന്നല്ലോ എന്ന് പറഞ്ഞിട്ട് ആശ്വസിക്കാം. അതല്ലാതെ വേറെ വഴിയില്ലല്ലോ. രണ്ടാഴ്ച കൂടുമ്പോൾ ഞങ്ങൾക്ക് വരുന്ന ഒരു അതിഥി ഉണ്ട്. അതൊരു മാസമായിട്ടും അതിനെ കാണില്ലല്ലോ എന്ന് ഞാൻ വിചാരിച്ചതോളേ. അപ്പോഴേക്കും ചേച്ചിയെ ഞാൻ അതെത്തി എന്നും പറഞ്ഞ് മോന് ജലദോഷം ചുമയും തുടങ്ങി. പിന്നെ ചന്ദ്രുവിന് കുറച്ച് പനിക്കൂർക്കേൻ്റെ ഇല പിഴിഞ്ഞിട്ട് അതിൻ്റെ നീര് കൊടുത്ത്. മറ്റേ മരുന്നിൻ്റെ കൂടെ ഇതും കൂടെ കുടിച്ചാൽ വേഗം മാറിക്കോട്ടെ വിചാരിച്ചിട്ട്. ഇതെന്താ അവന് വല്ല പരീക്ഷയുണ്ടോ? ഇതാ എൻ്റെ പൂമ്പാറ്റ ബുക്ക് എടുത്ത് വായിക്കണ തിരക്കിലാണ്. വായനൊന്നുമല്ല, ചിത്രം നോക്കൽ തന്നെ. എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് തുണികളൊക്കെ ഞാൻ കൊണ്ടുപോയി തിരുമ്പിക്കോളാം കുളത്തേക്ക് പോകുമ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് രാവിലെ എനിക്ക് കുറേ സമയം ഉണ്ടായിരുന്നു. എന്നാൽ പിന്നെ അവൻ കുറേ ദിവസമായിട്ട് വണ്ടി ഉണ്ടാക്കി തരാൻ പറയണ്ടേനി. എന്നാൽ അത് ഉണ്ടാക്കി കൊടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അവൻ അംഗനവാടി പോണവരെ കുറേ സമയം ഉണ്ടല്ലോ. അങ്ങനെ പഴയ സാധനങ്ങളൊക്കെ കൂട്ടി വെക്കണതിൻ്റെ ഇടയിൽ നിന്ന് പൊട്ടിയ ചെരുപ്പ് കിട്ടി. അത് 2 എടുത്ത്. പിന്നെ ഒരു കുപ്പിയും കിട്ടി. ആ കുപ്പിയും ഞാൻ പോയപ്പോൾ ചന്ദ്രന് ആ കുപ്പി ഇഷ്ടപ്പെട്ടില്ല. ഓന് വേറൊരു കുപ്പിയും കൊണ്ടുവന്നു. വണ്ടി ഉണ്ടാക്കാൻ വടി വേണമല്ലോ. ഞങ്ങളതിന് ഓർക്കാപ്പുളീൻ്റെ ഒരു കൊമ്പ് അങ്ങോട്ട് പൊട്ടിച്ച്. വടിയും കുപ്പിയും സെറ്റാക്കി. ഇനി ചക്രം ഉണ്ടാക്കാം. അത് വണ്ടീൻ്റെ ചക്രം. ഓൻ്റെ വിചാരം അത് ഡമ്പലാണെന്ന് പറഞ്ഞിട്ട് അതിൽ എക്സസൈസ് ചെയ്യണ്ടേന്. അങ്ങനെ ലാസ്റ്റ് 90s കിഡ്സിൻ്റെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള വണ്ടി ഞാൻ എൻ്റെ 2K കിഡായ മോനുണ്ടാക്കി കൊടുത്തു. അങ്ങനെ പൂമ്പാറ്റ ചിറക് എന്ന വൻമരം വീണു. ഇനി അടുത്തതാര്? കുപ്പിവണ്ടി. വേറെന്ത്? അതും കൊണ്ട് ഡ്രൈവർ 2 റൗണ്ട് വണ്ടി ഓടിക്കാൻ പോയിണ്. തിരിച്ചു വരട്ടെ. അപ്പോൾ ശരി, വീഡിയോ ഇഷ്ടപ്പെട്ടാലേ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.